കുട്ടിയെ ക്ലാസ് റൂമിൽ ഇരുത്തി പഠിപ്പിക്കുക മാത്രമല്ല, അവനുൾ ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാ കലകളെയും, അതായത് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ഒരു കുട്ടി ഒരു പക്ഷേ വരയ്ക്കുന്നതിലായിരിക്കും കൂടുതൽ ഇഷ്ടം കാണിക്കുന്നത്, പ്രസംഗിക്കുന്നതിലായിരിക്കും. അതിനാണ് നമ്മളിപ്പോൾ ഓരോ ആഴ്ചകളിലും അതിനുള്ള പീരീഡ്സ് പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട്, ആക്ടിവിറ്റി പീരീഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ മാത്രമല്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ പ്രോജക്റ്റ് കൊടുക്കും, മാതാപിതാക്കന്മാർ ആ പ്രോജക്റ്റ് ചെയ്യും, അവരെ ഏൽപ്പിക്കും, അവർ ആ സ്കൂളിൽ കൊണ്ട് കൊടുക്കും. ഈ ഒരു യാന്ത്രികമായ സാർ പറഞ്ഞതിൽ ഒരു ചെറിയ കാര്യം, ഞാനൊരു സ്കൂളിൽ, ഏത് സ്കൂളാന്ന് പറയുന്നില്ല, ഒരു സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പഠിപ്പിച്ചിരുന്ന, നൃത്തം പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപിക കൂടിയാണ് വന്ന സമയത്ത് 10-18 വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ആ സ്കൂളിൽ നിന്ന് വിട്ടുവരാൻ കാരണം, ഞാനെന്ന് പറയുന്ന അധ്യാപികയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എനിക്ക് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ കൃത്യമായി വരികയും അവർ കൃത്യമായിട്ടുള്ള ഞാൻ പഠിപ്പിക്കുന്നത് പഠിക്കുകയും മനസ്സിലാക്കുകയും പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഇതേ ഗ്രൂപ്പ് വന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ ഈ ഒരു ദിവസം വരുന്ന കുട്ടിയല്ല അടുത്ത ദിവസം വരുന്നത്, പല ഗ്രൂപ്പ്സ് വരുന്നു. സോ ഞാൻ അവിടുത്തെ പ്രിൻസിപ്പലിനോട് സംസാരിച്ചു, മാം എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ആണ്. അപ്പം പറഞ്ഞു ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് അവർക്കൊരു എക്സ്ട്രാ, ദേ ഷുഡ് നോ വാട്ട് ഇസ് ഡാൻസ്, ദാറ്റ് ഇസ് ഓൾ. അപ്പം പറഞ്ഞു അതെനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ ഐ എം എ പ്രൊഫഷണൽ, ഞാൻ എൻ്റെ ജീവിതം കൂടി നൃത്തമാണ്, എനിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കും. അപ്പോൾ ദെൻ ഞാൻ ഐ എം സോറി എന്ന് പറഞ്ഞ് വിരമിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു സംഭവമാണോ സർ? എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയാൽ മതി. ഇതാണ് സ്കൂളിലെ ടീച്ചിങ്. ഇപ്പോൾ ആശ പറഞ്ഞ പോലെ സംതൃപ്തിയോടെ പഠിപ്പിക്കാൻ ഒരു ടീച്ചർക്കും പറ്റുന്നില്ല. അവർക്ക് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ ഈ മാനേജ്മെൻറ്റ് പറയുന്ന രീതിക്ക് മാത്രം, കാരണം അതിനുള്ള പ്രതിഫലമേ കൊടുക്കുന്നുള്ളൂ, അതേ അവർ പഠിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ മുമ്പ് സാറ് പറഞ്ഞ പോലെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അതർ ആക്ടിവിറ്റീസിന് പോകുമ്പോൾ പൈസ കൊടുക്കണം, എല്ലാം വേണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മക്കൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ആശ്ര അടുത്താണ് എൻ്റെ മോൾ ഡാൻസ് പഠിച്ചിരുന്നത്. ആ സമയത്ത് ഇവിടെ പഠിച്ചിരുന്ന 1000-1100 ദിവസം എൻ്റെ ഒരു മോൻ ചാർജ് ചെയ്തിരുന്നു വളരെ കുറവായിരുന്നു. അതല്ല ആ സമയത്ത് പുറത്ത് പറയാൻ പറ്റാത്ത പോലെ ഇല്ല, ആശയോട്ട് വളരെ പൈസയാണ്, മോശമാക്കുന്നില്ല. 1100 രൂപയോളം ഞാൻ ഒരു കുട്ടിക്ക് വേണ്ടി ഇവിടെ ചെലവാക്കിയിരുന്നു. ഇന്ന് അവർ നാട്ടിൽ പോയി അവിടെ പഠിക്കുന്നപ്പം ഈ 2200 ദിർഹംസാക്കും നാട്ടിലത്തെ 10-30,000 രൂപയ്ക്ക് അടുത്തായി. ഈ 30,000 രൂപ എൻ്റെ വീട്ടിൽ സുഖമായ ചെലവ്, എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് നാട്ടില്. ഇപ്പം ഇവർക്ക് നാട്ടിലേക്ക് പിള്ളേരെ അയച്ചാൽ മതി. ഇവർക്ക് പറയുന്നുണ്ട് ചെലവിന് കാശില്ല, ഫീസ് കൊടുക്കാൻ ഫീസ് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അമ്മയുടെ കൂടെ മറ്റേ പിള്ളേർ അല്ലല്ല, ഞാൻ പറയട്ടെ, ഇവിടെ അമ്മ ഇവിടെ വരുന്നു. അമ്മ ജോലിക്ക് പോകുന്നതിന്റെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം അച്ഛന് ശമ്പളം കൊണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്നിട്ട് അമ്മയ്ക്ക് കിട്ടുന്ന ശമ്പളം 1500 രൂപ. ഇപ്പൊ പറഞ്ഞത്, അതായത് ഇവിടെ കുട്ടികളെ ഇവിടത്തെ സ്കൂളിൽ വിടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യം ചോദിക്കട്ടെ, അതായത് താങ്കൾ പറഞ്ഞു താങ്കളുടെ കുട്ടികൾ ഇപ്പം നാട്ടിലേ പഠിക്കുന്നത് അവിടെ. അതെ, അപ്പൊ ഇവിടെ പഠിക്കുന്നേക്കാളും കുട്ടികൾക്ക് കൂടുതൽ നല്ലത് അവിടെ എല്ലാം കൊണ്ടും. ഇപ്പൊ പറഞ്ഞ പോലെ ഡാൻസ് മക്കള് ഒരു സെക്കൻഡ് ഒന്ന് ചോദിച്ചോട്ടെ, അപ്പൊ മക്കള് കൂടെ നിൽക്കണം എന്നൊരു ആഗ്രഹം ഇല്ല? അല്ല, ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഒരു കാര്യമാണ് നമ്മൾ ഒരു കാര്യമില്ല, ഈ കാര്യത്തിന് മറുപടി പറ. മക്കളും ഞാൻ എന്റെ കാര്യത്തിന് മറുപടി പറ. അതാണ് പറയുന്നത്. എന്റെ വൈഫ് എന്റെ കൂടെ താമസിക്കുകയും വേണം, എന്റെ വരുമാനത്തിൽ ഉൾക്കൊള്ളുകയും എന്റെ വരുമാനത്തിൽ നിന്ന് എല്ലാം കൂടി നടത്തുകയും വേണം എന്ന് പറയുമ്പോൾ എല്ലാം കൂടി നടക്കില്ല. ഒരു ഭാഗം സഫർ ചെയ്തേ പറ്റുള്ളൂ. എഡ്യൂക്കേഷന്റെ മെയിൻ ആയിട്ട് ബേസ് എന്താണ്? ക്യാരക്ടർ ഫോർമേഷൻ. ഈ സാറ് പറഞ്ഞ മാതിരി ക്യാരക്ടർ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യണത് അവിടെ വീട്ടിൽ നിന്ന്. ഇപ്പം എല്ലാവരും വീട്ടിലേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലാരും ഉണ്ടാവില്ല. ക്യാരക്ടർ ഫോർമേഷൻ. ഇപ്പം നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾ, അച്ഛനമ്മ ജോലിക്ക് പോകുന്നുണ്ട്, ഒരു പ്രൈവറ്റ് ബസ് എടുത്തിട്ട് ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞാൽ 5ാം ക്ലാസ് ആയ കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോയി വരും. ഇവിടെ റിമോട്ട് കൺട്രോൾ നിൽക്കണ മാതിരി ഞാൻ വീട്ടിൽ വിളിക്കുമ്പോൾ അമ്മയോട് പറയും. ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തതിന്റെ കാര്യം ഇതാണ്. ഇവിടുത്തെ കുട്ടികളെന്ന് പറയുന്നത് പേരൻസ് മുഴുവൻ ടെൻസ്ഡാണ് ജോലിയിൽ. ഇപ്പോൾ ട്യൂഷന് പോകാൻ കാശ് വേണമെന്നൊക്കെ പറയും. എല്ലാവരും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ ഇവരാരും കാണത്തില്ല വീട്ടിൽ. ഞങ്ങളൊരാവശ്യത്തിന് ഒരു പേരൻറ്റിനെ വിളിച്ചാൽ തന്നെ ഐ ആം വെരി ബിസി, എനിക്ക് യാതൊരു കാരണവശാലും വരാൻ പറ്റില്ല, 12 മണിയാകുമ്പോഴാണ് ഞാൻ കട പൂട്ടിയിട്ട് വരുന്നതെന്ന് പറയും. പല പേരൻസും ഇതാണ് ചെയ്യുന്നത്. നാട്ടിൽ പഠിച്ചിട്ട് ജോലിക്ക് വന്ന് 1 കൊല്ലമായിട്ടുള്ളൂ, ജീവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളതാ. അപ്പോൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അമ്മ ചോദിക്കും എന്താ? അപ്പം ഞാൻ പറയും അമ്മേ റിമോട്ട് ഇട്ട ജീവിതം, കാലത്ത് 7 മണിക്ക് പോയാൽ രാത്രി 9 മണി വരെ ജോലി. അവസാനം എൻഡ് ഓഫ് ദ ഡേ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് പാരൻസ് എന്താ വിചാരിക്കുന്നത്? മക്കളുടെ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. ഇവിടുത്തെ കുട്ടികൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്കൊന്ന് വിടും, വീട്ടിലേക്ക് മടങ്ങി വരും, ബസ് സ്റ്റോപ്പ് വരെ പോവും, ബസ് കയറി എവിടെ പോകണമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയ ജീവിതം നാട്ടിൽ കിട്ടണ. ആ ഒരു നാട്ടിൽ സ്കൂളിൽ പോകണം, എഡ്യൂക്കേഷൻ, സംസ്കാരം, എഡ്യൂക്കേഷൻ മാത്രമല്ല കിട്ടണേ, കൾച്ചർ, കുട്ടിയുടെ ഡിസിപ്ലിൻ ഒക്കെ കൂടെ വളരുന്നുണ്ട്. തീയിൽ വളർന്ന കുട്ടി വെയിലത്ത് പാടില്ല. നാട്ടിൽ പഠിച്ച കുട്ടി ഒരിക്കലും മോശമാവില്ല, അതും സർക്കാർ സ്കൂളിൽ പഠിച്ച കുട്ടി. നമ്മുടെ നാട്ടിലും എല്ലാ ധാരാളം സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂള്, CBSE, ബ്രോയിലർ. ഞാൻ എൻ്റെ മകനെ പഠിപ്പിച്ചത് സർക്കാർ സ്കൂളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് കുറച്ചധികം വർത്തമാനം പറയും.
പക്ഷേ എൻ്റെ